everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബാഗ് സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച് ആണ് കേട്ടോ. അതിൻ്റെ ബേസിക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന രീതിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് വന്നിട്ട് 3 ബാഗാണ് ഉള്ളത്. ഒന്ന് വിട്ട് ബാക്ക് ബാഗും പിന്നെ 2 സ്ലിംഗ് ബാഗുമാണ് കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ടും ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ബാഗ് വന്നിട്ട് ഈ ബാഗാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 ആണ് കേട്ടോ. ഭയങ്കര വേർത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല, നമുക്ക് വെക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ കൊണ്ടുപോകാറുള്ളത്. ഇത് വന്നിട്ട് ഞാൻ അധികം എന്തിനാ പറഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിലൊക്കെ പോവുകയാണ്, അപ്പോൾ നമുക്ക് വൈകിട്ടൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ഒന്നും കൂടി നമുക്ക് റെഡി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് വെക്കാനും നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഈസി ആയിരിക്കും. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിക്കാണ്ട് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് വെയിക്കാൻ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത്, അപ്പോൾ ബാഗിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇതിൽ വേണ്ട ഇത്രയും ലെങ്ത്തുള്ളൊരു ഹാങ്ങിങ്സ് ആണുള്ളത്. തെറ്റി പരിങ്ങുണ്ടാക്കി ശരി. അപ്പോൾ ഇത് നമ്മൾ വെച്ചത്. ഓക്കെ, ഇതിനെ പറയാൻ വിട്ടുപോയി. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഇത്രയും സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നില്ല. ഞാൻ ഇതിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടതിന് ഞെട്ടിപ്പോവും. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ മസ്റ്റായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം ഫോൺ. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഡെമ്മി ഫോണാണ്. എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആകെ ഉള്ളത് എനിക്കൊരു ഫോണുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡെമ്മി ഫോൺ യൂസ് ചെയ്യണം. ഡെമ്മി മീൻസ് ഇത് വർക്കിംഗ് ആയിരുന്ന ഫോണായിരുന്നു, കേടായി. അപ്പോൾ നമ്മളിങ്ങനെ കേട് വന്ന ഫോണൊന്നും നമ്മൾ ആർക്കും കൊടുക്കാറൊന്നുമില്ല. ചിലപ്പോൾ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ മെമ്മറി ആയിട്ടൊക്കെ വീട്ടിൽ തന്നെ ഒരുപാട് ഫോണുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് നമുക്ക് ബേസായിട്ട് വേണമല്ലോ ഒരു ഫോണ്. നമ്മൾ എന്തായാലും ബാഗിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണ്. പിന്നെ വന്നിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടാണ് ഫംഗ്ഷൻ, അപ്പോൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ വൈകിട്ട് ഞാൻ താലപ്പൊലി, എൻ്റെ ഒരു വീഡിയോ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു നാട്ടിൽ ഒരു താലപ്പൊലി ഫംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ വേണം റെഡി ചെയ്യാനൊക്കെ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകാനാണെങ്കിലും അതിനനുസരിച്ച് ഇതിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എല്ലാ സാധനങ്ങളും നല്ലതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് ഇതുമായിട്ട് നമ്മുടെ സൺ ക്രീമാണ് കേട്ടോ. സൺ ക്രീം മസ്റ്റായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഇതിൽ വെക്കാറുണ്ട്. വലിയ സ്റ്റോർ എന്ന് പറഞ്ഞു. പിന്നെ നോയ്സിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് വീട് പണി നടക്കുകയാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് വന്നിട്ട് ടോണറാണ് കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ടോണറാണ്. പിന്നെ വന്നിട്ട് നമ്മൾ വെക്കുന്ന മോയ്സ്ചറൈസർ, ഇത് മമ്മ എർത്തിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതൊരു സാമ്പിൾ പ്രൊഡക്റ്റാണ്. പിന്നെ വന്നിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് സ്പ്രേ. ഓക്കെ, പെർഫ്യൂമാണ്. ഇത് വന്നിട്ട് വാട്ടർ ഗേൾ. ഇത് ഞാൻ കുറേ 2-3 കൊല്ലമായിട്ട് വാട്ടർ ഗേളിൻ്റെ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു 3-4 കൊല്ലമായി കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മിനി സാധനമാണ്. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ബാഗിലാണ് നമുക്കിത് വെക്കാനൊക്കെ പറ്റും. പിന്നെ വന്നിട്ട് പിന്നെ ഇത് വന്നിട്ട് ഒരു ഐഷാഡോ പാലറ്റാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് എനിക്ക് ഐഷാഡോ പാലറ്റ് ഞാൻ കൂടുതലും കളറൊന്നും യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ ഇങ്ങനത്തെ ബ്രൗൺ. പിന്നെ എനിക്ക് കൂടുതലും ബ്ലാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ബ്ലാക്ക് ഞാൻ ഐബ്രോ ഫിൽ ചെയ്യാനും ഐഷാഡോ പാലറ്റായിട്ട് നമുക്ക് സ്മോക്കിങ് ഐയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ നമുക്ക് കൂടുതലും എല്ലാത്തിനും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കളറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേറെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ വന്നിട്ട് ഇതെന്തുവാ, കോമ്പാക്ട് പൗഡർ. ഇത് ഫേസ് കനാഡിൻ്റെ കോമ്പാക്ട് പൗഡർ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഒരു കോമ്പ് ഉണ്ടാവും കേട്ടോ. ഇത് വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഗ്യാപ്പുള്ളതേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാനങ്ങനെ അടുപ്പിച്ചുള്ള എൻ്റെ മുടി കുറച്ച് പെട്ടെന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങില്ല.
ചെറിയ ചെറിയ അടുപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അധികം ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ടാട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് അങ്ങനത്തെ ബ്രഷുകൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതുമായിട്ട് നമുക്ക് എന്താ പറയുക കോമ്പാക്ട് പൗഡർ ഇടാനും, ഇത് വന്നിട്ട് എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യാനും പിന്നെ കണ്ണിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാനൊക്കെ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് വേറെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഐഷാഡോ പാലറ്റ് നമുക്ക് ഐഷാഡോ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ബ്രഷും കൂടി ഉണ്ട്. ഞാൻ 3 ബ്രഷ് ഞാൻ എന്തായാലും വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്താ, ഇത് ഐലൈനർ. ഓക്കെ, ഇതൊന്ന് നമ്മൾ വയ്ക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ലിപ്സ്റ്റിക്ക്. ഈ 2 ലിപ്സ്റ്റിക്ക് ഉണ്ട്. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ഒരു റോസ് നൂഡല്ല, ഒന്ന് കുറച്ചുകൂടി നല്ല, ഞാൻ ഇതുമായിട്ട് ബ്ലഷായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ലിപ് ലൈനാണ്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ് ലൈൻ, അടിപൊളി സാധനമാണ്. ഇത് കുറച്ചത്ര ലെങ്ത് ഉണ്ടായിരുന്നാണ് ഞാൻ യൂസ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബേഗിൽ വെക്കാവുന്നൊരു സാധനം ലിപ് ബാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എപ്പോഴും എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. വിൻ്റർ സമയത്ത് മാത്രമല്ല, എനിക്ക് സമ്മർ ടൈമും നമ്മുടെ മഴക്കാല സമയങ്ങളൊക്കെ എനിക്ക് വേണമായിട്ട്, എനിക്ക് എല്ലാ ദിവസങ്ങളും വേണം. എനിക്ക് എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. ഓക്കെ, എനിക്ക് അലർജീൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് കാജൽ. ഓക്കെ, കാജൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്ലിപ്പ് ഉണ്ടാവും, ക്ലച്ച് അല്ല അതിന് പറയാം, അതെന്തുവാ ഇതിൻ്റെ പേര്, ഇങ്ങനത്തെ സംഭവം. ഇതൊന്ന് വെച്ചിട്ടുണ്ടാവും കേട്ടോ, എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് നമ്മുടെ പൊട്ട്. ഓക്കെ, ഇത് ഞാൻ എപ്പോഴും വെക്കുന്നത്, ഇത് എത്ര വർഷമായി അറിയാം, ഞാനൊരു 10-12 വർഷമായിട്ട് ഞാനിത് ഈ അട്ട യൂസ് ചെയ്യണമെന്നല്ല പറഞ്ഞേ, ഈ ഒരു ടൈപ്പ് പൊട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓക്കെ, ഒരു +1 +2 തുടങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ലോവസ്റ്റ് ആയിട്ടൊരു സാധനം കാണാം. ഇതെന്തുവാ, തലവേദനയ്ക്കുള്ള മരുന്നാണ്. എന്തായാലും എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്, ചിലപ്പോൾ വെയിൽ കൊള്ളും. എനിക്ക് വെയിൽ കൊണ്ട് തന്നെ തലവേദന വരും, മൈഗ്രെയിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ മൈഗ്രെയിനായിട്ട് വേണ്ടിയിട്ടൊന്നും ടാബ്ലറ്റ് അങ്ങനെ എടുക്കാറില്ല. മൈഗ്രെയിൻ വന്നാൽ എനിക്ക് എന്ത് മരുന്ന് കഴിച്ചാലും മാറില്ല. നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് തലവേദന വരും. അധികം ഞാൻ വരാണ്ട് നോക്കും, വെയിൽ കൊള്ളാണ്ട് നോക്കും. സപ്പോസ് ഭയങ്കരമായി വേദന വന്നതിന് യൂസ് ചെയ്യാനാണ്. മൈഗ്രെയിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ടാബ്ലറ്റ് അങ്ങനെ ഞാൻ ഹോമിയോപ്പതിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വേറെ മരുന്നൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് കുറച്ച് ചെറിയ ഡോസിലാണ്, അതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ, 1/2 പീസ് യൂസ് ചെയ്യുള്ളൂ. പിന്നെയൊക്കെ ഞാൻ സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ആവി പിടിച്ചിട്ടൊക്കെയാണ് മാറ്റാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായത്. ഇത്രയൊരു സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേസുള്ള സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് പോകാറ്. ഓക്കെ, ഇതിലാകുമ്പോൾ നമുക്ക് മാക്സിമം എല്ലാം വേണമെങ്കിൽ ഫേസ് വാഷ് വെക്കാം. ഇനിയും എനിക്ക് സ്റ്റോർ ചെയ്യാനുണ്ട് കേട്ടോ. ഫേസ് വാഷ് എന്ന് ചിലപ്പോൾ അത് വെക്കില്ല, എനിക്ക് അങ്ങനെയൊന്നും ആവശ്യം വരില്ല. എന്തായാലും അവിടെ എവിടെയെങ്കിലും എന്തായാലും ഫേസ് വാഷ് ഉണ്ട്, അപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോൾ ഈ ബാഗിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ഒക്കേഷനനുസരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ കുറയ്ക്കും കൂട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനി ഇതിൽ എനിക്ക് ഇനിയും വേണമെങ്കിൽ 2-3 സാധനം കൂടി ഇതിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ കുടയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. കുടയൊക്കെ വെച്ചാൽ പിന്നെ കുറച്ച് ചെറിയ കുടയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ മറ്റേത് നമ്മുടെ കയ്യിൻ്റെ ഇത്രയുള്ളതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വേണം വെക്കാം. അതൊന്നും എൻ്റെ അടുത്ത് ഇല്ല. എനിക്ക് കുടയൊക്കെ ഒന്നും വെക്കില്ല. പിന്നെ വെള്ളമൊക്കെ അങ്ങനെ ആവശ്യം വന്നാൽ കുടയൊക്കെ ആവശ്യം വന്നാൽ ഞാൻ ബാഗ് ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോഴാണ് ഈ ബാഗ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണ്, അപ്പം വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഒരു ഫംഗ്ഷൻ, അപ്പോൾ വൈകിട്ടായിരിക്കും ചിലപ്പോൾ ഫംഗ്ഷനൊക്കെ പറയുമ്പോൾ നമുക്ക് റെഡി ആവണമല്ലോ. അപ്പോൾ റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ഞാൻ വെക്കാറുള്ളത് കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് വേറെ ഒന്ന് വിചാരിക്കുന്നുണ്ടാവും, ക്യാഷൊന്നും നിങ്ങൾ ബാഗിൽ വെക്കാറില്ല, എപ്പോഴും ഈ മേക്കപ്പും ഇതൊക്കെ തന്നെ വെക്കാറുള്ളതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ക്യാഷൊക്കെ പറഞ്ഞപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലിക്വിഡ് മണിയൊക്കെ വെക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് മണി ഇല്ല, തീരെ ഇല്ല. ഓക്കെ, നമ്മളെല്ലാം ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലൊക്കെ ഞാൻ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിക്വിഡ് മണി ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് മണി കയ്യിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ നമ്മൾ ക്യാഷിൻ്റെ ഇപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ വെച്ചില്ല. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരും. നമ്മുടെ ഇനി 2 പേക്കുകൾ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും ഞാൻ എന്തൊക്കെയാണ് വെക്കാറുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.